നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ്സ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ മുഖംമൂടി ധരിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിക്കാത്തതിനായിരുന്നു പ്രതിഷേധം. പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി. SFI KSU സംഘട്ടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണികൊണ്ട് തലമൂടിയും കൈവിലങ്ങണിയിച്ചും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടിയെ വിമർശിച്ചിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CIക്ക് വീഴ്ച പറ്റിയെന്ന കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SHOയെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തിയ ശേഷമാണ് നടപടിയെടുത്തത്. കുന്നംകുളത്ത് പോലീസിന്റെ മർദ്ദനത്തിനിരയായ കാണിപ്പയൂർ സ്വദേശിയും യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ VS സുജിത്ത് വിവാഹിതനായി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി തൃഷ്ണയാണ് വധു. ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് താലികെട്ട് നടന്നത്. മുൻ MP TN പ്രതാപൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകാൻ ഗുരുവായൂരിൽ ഉണ്ടായിരുന്നു. ജയിലിൽ കഴിയുന്ന KSU പ്രവർത്തകരെ ഷാഫി പറമ്പിൽ MP സന്ദർശിച്ചു. വിയൂരിൽ എത്തിയാണ് പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചത്. ഇന്ന് നടക്കുന്ന KPCC നേതൃയോഗത്തിൽ പങ്കെടുക്കാതെയാണ് ഷാഫി പറമ്പിൽ തൃശൂരിലെത്തിയത്. ഇവരെ പ്രതികാര ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തെന്ന് മാത്രമല്ല, ഈ മുഖംമൂടി അണിയിച്ച് കയ്യാമം വെച്ച് തീവ്രവാദികളെ പോലെ, രാജ്യദ്രോഹികളെ പോലെ, അവരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ അവരെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരിക. ഇതേ പോലീസ് തന്നെയാണ് കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 7 മാസത്തിൽ 60 ദിവസം കൊടിസുനിക്ക് പരോളാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ 7 മാസത്തിൽ 60 ദിവസം പരോള്. എന്നിട്ട് ആ കൊടിസുനിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ 2 എണ്ണം വീശാനും ടച്ചിങ്സിന് ചിക്കനും കൊടുത്ത സർക്കാർ സംവിധാനങ്ങളും ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖംമൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത്. അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല. അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ്. CPM പണി, പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ. പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ. സർക്കാരിൻ്റെ ശമ്പളം, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം AKG സെൻറ്ററിലും പാർട്ടി ഓഫീസുകളിലും. ഈ വകുപ്പിനെ ഗുണ്ടകളാണ് നയിക്കുന്നത്. പുറത്തെ ഗുണ്ടകളും അകത്തെ ഗുണ്ടകളുമാണ് ഈ വകുപ്പിനെ നയിക്കുന്നത്. തീർത്തും ഏകപക്ഷീയമായ, ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത നടപടിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ മുഖംമൂടി അണിയിച്ചവനെ, കയ്യാമം വെച്ചവനെ, അവരെയൊന്നും സർക്കാർ ശമ്പളം പറ്റാൻ അർഹരല്ല. സുജിത്തിനെ മർദ്ദിച്ച സ്റ്റേഷനിലെ SHO ഇയാൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നടക്കുന്നവരെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല, പിരിച്ചുവിട്ട് ശിക്ഷിക്കുകയാണ് സർക്കാർ ആർജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഈ പ്രവർത്തനങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇല്ലെങ്കിൽ, CPMന്റെ പൊളിറ്റിക്കൽ ഡയറക്ഷൻസ് അനുസരിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ അവർക്ക് പറ്റുമെങ്കിൽ അയാളെ പിരിച്ചുവിടുകയാണ് വേണ്ടത്, അല്ലാതെ സ്ഥലം മാറ്റി ഓമനിക്കുകയല്ല വേണ്ടത്. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തി. ഭരണപക്ഷാംഗങ്ങളായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാരളിൻ ജെറീഷ്, CP പോളി, പ്രതിപക്ഷാംഗം സനോജ് എന്നിവരാണ് കൗൺസിൽ ഹാളിന്റെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. അതിന് കോർപ്പറേഷൻ നേതൃത്വത്തിലെ പുലിക്കളി സംഘങ്ങൾ
വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാഴൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചുവേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന് വീട്ടിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വേലായുധന് ഉറപ്പു നൽകിയത്. നിവേദനം നൽകാൻ എത്തിയപ്പോൾ അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുള്ള് ചെമ്മാപ്പള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടയിലായിരുന്നു സംഭവം. പുള്ളിൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച കൊച്ചുവേലായുധനെ സന്ദർശിച്ച് CC മുകുന്ദൻ MLA. കൊച്ചുവേലായുധന്റെ വീടിന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. കൊച്ചുവേലായുധൻ നിവേദനം MLAക്ക് നൽകി. കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് മേൽക്കൂര തകർന്ന വേലായുധന്റെ വീട് CC മുകുന്ദൻ MLA സന്ദർശിക്കുകയും 1,20,000 രൂപ റവന്യൂ ദുരന്ത നിവാരണ വകുപ്പിൽ നിന്ന് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. നിലവിലെ വീടിന്റെ ശോചനീയാവസ്ഥ മൂലമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ കൊച്ചുവേലായുധൻ നിവേദനം നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ നിരസിച്ചിരുന്നു. MLAയോടൊപ്പം CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി KK ജോബി, പഞ്ചായത്ത് അംഗം ഷില്ലി ജിജുമോൻ എന്നിവർ കൂടെയുണ്ടായിരുന്നു. നിവേദനം വാങ്ങാതെ ഗൃഹനാഥനെ മടക്കിയയച്ച സംഭവത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മറ്റൊരു പാർട്ടി അദ്ദേഹത്തിന് വീട് വെച്ചു നൽകാൻ തയ്യാറായതിൽ സന്തോഷമുണ്ട്. പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ലെന്നും ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് തന്റെ ശൈലിയല്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനയ്ക്കെതിരെയും VCയുടെ ഏകാധിപത്യപരമായ നിലപാടുകൾക്കെതിരെയുമാണ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് AISF മാർച്ച് നടത്തിയത്. മാർച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് സമീപം പോലീസ് തടഞ്ഞു. ഏതാനും വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളുമായി ബാരിക്കേഡ് ഇല്ലാത്ത ഭാഗത്തുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. പോലീസിനെ മറികടക്കാൻ ശ്രമിച്ച 3 വിദ്യാർത്ഥികളെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AISF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ് ഉദ്ഘാടനം ചെയ്തു. AISF ജില്ലാ പ്രസിഡന്റ് KS അഭിറാം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി KM മിഥുൻ പോട്ടക്കാരൻ, സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി മെഹറിൻ സലീം തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി കായാമ്പൂവത്ത് ബൈക്ക് തെന്നി മറിഞ്ഞു വീണ യുവാവ് മരിച്ചു. കൊണ്ടാഴി സ്വദേശി അപ്പത്ത് വീട്ടിൽ 30 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ഉടൻ തന്നെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൊട്ടിപ്പാളിറക്കത്ത് സ്വകാര്യ ബസ് തെന്നിമാറിയ അപകടം. ബസ് പാടത്തെ മണ്ണെടുത്ത കുഴിയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുടയിലേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിൽ നിന്നും തെന്നിമാറി ബസ് റോഡിന് കുറുകെയായി നിൽക്കുകയായിരുന്നു. ബസിന്റെ പിൻവശം റോഡിന്റെ ഓരത്തുള്ള പൈപ്പിൽ തട്ടി നിന്നതിനാൽ ബസ് പാടത്തേക്ക് മറിയാതെ അപകടം ഒഴിവായി. ബസ്സിൽ നിറയെ യാത്രക്കാർ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപകടത്തിൽ ബസിന്റെ പുറകുവശത്ത് കേടുപാടുകൾ സംഭവിച്ചു. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ലൈംഗിക ചൂഷണ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ എതിർപ്പ് തള്ളിയാണ് രാഹുൽ സഭയിലെത്തിയത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രത്യേക ബ്ലോക്കായി ഇരുത്തുമെന്നും സ്പീക്കർ AN ഷംസീർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നിരയിലെ അവസാന സീറ്റിലാണ് രാഹുൽ നിയമസഭയിലിരുന്നത്. പിന്നീട് നിയമസഭയിൽ നിന്ന് രാഹുൽ മടങ്ങി. സുഹൃത്തിന്റെ വാഹനത്തിലാണ് രാഹുൽ എത്തിയത്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ നേമം ഷജീറും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. കുന്നംകുളം ചാട്ടുകുളത്തിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹത്തിന് ഏകദേശം 70 വയസ്സ് തോന്നിക്കും. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. മരിച്ചത് തമിഴ്നാട് സ്വദേശിനിയാണെന്നാണ് പ്രാഥമിക നിഗമനം. റിലീസ് സിനിമയുടെ ടിക്കറ്റ് തീർന്നതിനെ തുടർന്ന് മറ്റൊരു തിയേറ്ററിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ കുട്ടിയെ തിയേറ്ററിൽ മറന്നുവെച്ച് മാതാപിതാക്കൾ. രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ അവർ ഇടവേള സമയം വരെ കുട്ടി ഒപ്പമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചതുമില്ല. ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം. ഒപ്പമുള്ളവരെ കാണാതായപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ കുട്ടി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുട്ടിയോട് കാര്യം തിരക്കിയപ്പോഴാണ് കൂടെയുള്ളവർ മറ്റൊരു തിയേറ്ററിലേക്ക് പോയ വിവരമറിയുന്നത്. ട്രാവലറിലാണ് തങ്ങൾ വന്നതെന്ന് കുട്ടി പറഞ്ഞു. അതുപ്രകാരം ജീവനക്കാർ അപ്പാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു. അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയമാകാറായി. സിനിമ നിർത്തിവെച്ച് തിയേറ്ററുകാർ കുട്ടി നഷ്ടപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തു. അതോടെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ തിരികെ ആദ്യത്തെ തിയേറ്ററിലെത്തി സ്റ്റേഷനിൽ നിന്ന് കുട്ടിയെ കൈമാറി. മഹിളാ കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിത വിൻസെന്റ് പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദിനി പാലക്കൽ, സേവദാൽ മഹിളാ സംസ്ഥാന സെക്രട്ടറി സുജാത തുളസി, ജില്ലാ പ്രസിഡന്റ് റീന വർഗീസ്, വാർഡംഗം MC ഐജു, NK കബീർ എന്നിവർ സംസാരിച്ചു. എന്റേതായ കടമ നിർവഹിക്കുമെന്നും താണവീതി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന കട്ടിളവയ്പ് തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി ചാരുദത്തൻ നിർവഹിച്ചു. ശില്പി സുനിൽ കൃഷ്ണ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. വിജീഷ് മണി സംവിധാനം ചെയ്യുന്ന പാൽപായസം അറ്റ് ഗുരുവായൂർ എന്ന സിനിമയുടെ പൂജ ഗുരുവായൂരിൽ നടന്നു. ഗോകുലം ഗോപാലനും ജലജ ഗോപാലനും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ദേവസ്വം മെമ്പർ മനോജ് B നായർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വിജീഷ് മണി, കാർത്തിക് ശങ്കർ, ജയരാജ് വാര്യർ, രതീഷ് വേഗ, മുകേഷ് ലാൽ, ഗുരുവായൂർ മൗനയോഗി ഹരിനാരായണൻ സ്വാമി, കൗൺസിലർ ശോഭ ഹരിനാരായണൻ, ജയകുമാർ ബാബു, ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. കാർത്തിക് ശങ്കർ മുഖ്യവേഷത്തിലെത്തുന്ന സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് രതീഷ് വേഗയാണ്. മുകേഷ് ലാലിന്റേതാണ് വരികൾ. പക്ഷെ അത് സ്ക്രീനിൽ ആം ആദ്മി പാർട്ടി ഒല്ലൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ആന്റി ടോർച്ചർ ലോ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൂർക്കഞ്ചേരി സെന്ററിൽ നടന്ന യോഗം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജു കാവുങ്കൽ, ബിന്നി പൊന്തേക്കൻ, ജോയ് K ആന്റണി, റോയി പുറനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു.
അകാലത്തിൽ വിട പറഞ്ഞ മാതാവിന്റെ ഓർമ്മയ്ക്കായി ആംബുലൻസ് നാടിന് സമർപ്പിച്ച് സഹോദരങ്ങൾ. ക്യാൻസർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മരത്തങ്കോട് മണ്ടുമ്പാൽ മിനിയുടെ ഓർമ്മയ്ക്കായി മക്കളായ മിബിൻ ഫ്രാൻസിസ്, ഫെബിൻ ഫ്രാൻസിസ് എന്നിവരാണ് പന്നിത്തടം യൂത്ത് വോയ്സ് മിനി മെമ്മോറിയൽ ഗ്രൂപ്പ് എന്ന പേരിൽ ആംബുലൻസ് നാടിന് സമർപ്പിച്ചത്. കുന്നംകുളത്ത് പാസ്റ്റർ MJ ഇമ്മാനുവൽ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പാസ്റ്റർമാരായ കൊച്ചുണ്ണി, ജെയിംസ് മേമന, സന്തോഷ്, ജോൺ, അനിൽ തിമൂത്തി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹൽ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിനാഘോഷത്തിന് സൗഹൃദ സംഗമത്തോടെ സമാപനം. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. MLA ET ടൈസൺ താജ് ഭവന നിർമ്മാണ പദ്ധതി പ്രഖ്യാപനം നടത്തി. കിഡ്സ് ഡയറക്ടർ ഫാദർ നിമേഷ് കാട്ടശ്ശേരി, മഹൽ ഖത്തീബ് ഡോക്ടർ സലീം നദ്വി, ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, KS ഖൈസാബ് എന്നിവർ സംസാരിച്ചു. പതിവായിട്ട് സൗഹൃദ സംഗമം വെള്ളിയാഴ്ച പൂമല SNDP ശാഖായോഗത്തിന്റെ ശാഖാ ഓഫീസും കമ്മ്യൂണിറ്റി ഹാളും തലപ്പിള്ളി SNDP യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് AR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഭരതൻ പുളിക്കൽ, VV ശിവദാസൻ, MK ബാബു, ബിനു ശശി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവിന്റെ ചൈതന്യത്തിൽ നിന്ന് വീണ തുള്ളികളായിരുന്നു ഇന്നത്തെ. തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ താലൂക്ക് തല വായനാ മത്സരവും എഴുത്തു പരീക്ഷയായും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു. കഥാകൃത്ത് P. ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് C. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. തൃശൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് V. മുരളി, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KK ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. കോടാലി മാങ്കുറ്റിപ്പാടം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് ശിവരാമൻ പുതിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജയകുമാർ പള്ളത്ത, യൂണിയൻ പ്രതിനിധി രാഘവൻ തിരുനിലത്തിൽ, വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി പള്ളത്ത എന്നിവർ സംസാരിച്ചു. നായിഡു ഫാമിലി വെൽഫെയർ ഫൗണ്ടേഷൻ ആദ്യ വാർഷിക ജനറൽ ബോഡി യോഗം ഈ മാസം 21-ന് വടക്കാഞ്ചേരിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി SR മുത്തുകൃഷ്ണൻ, G. രാഗേഷ്, അഡ്വക്കേറ്റ് സുനിൽ, ബിന്ദു, KR ജയകുമാർ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ അബ്ദുൽ അസീസിന്റെ കഥാസമാഹാരമായ വെള്ളിയാങ്കോടിന്റെ DNA കവി സച്ചിദാനന്ദൻ അശോകൻ ചെരുവിലിന് നൽകി പ്രകാശനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തക ഷാജി റമുനാഫ് അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, K. ജയരാജൻ, ശശി കളരിയിൽ, അനു വർഗീസ്, ഫൈസൽ ബാവ എന്നിവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ റവറൽ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫി അക്കരപ്പാട്ടിക്കൽ, സിസ്റ്റർ ഹേമ, കൈകാര്യൻ AC ജോസഫ്, സൈമൺസ്, കണ്ണാശുപത്രി ഡോക്ടർ ഐശ്വര്യ, മിനി ആൻഡ്രോ എന്നിവർ സംസാരിച്ചു. സുരക്ഷാ മേഖലയായ തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ ഗുണ്ട് പൊട്ടിച്ച സംഭവത്തിൽ ലൈറ്റ് ഹൌസിൽ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് SI വിക്ടർ ഡേവിഡിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. യുവാക്കൾ ലൈറ്റ് ഹൌസിന് മുകളിൽ വെച്ച് ഗുണ്ട് പൊട്ടിച്ചതിനെ തുടർന്ന് മണത്തല ബേബി റോഡ് ആലുങ്ങൽ വീട്ടിൽ സൽമാൻ ഫാരിസിന് കൈപ്പത്തിക്ക് ഗുരുതര പരിക്ക് പറ്റിയിരുന്നു. പരിക്കേറ്റയാൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒപ്പമുണ്ടായിരുന്ന യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് സൂചന. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലൈറ്റ് ഹൌസിൽ സന്ദർശനം നിരോധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
സ്വർണം ഗ്രാമിന് 10,180, പവന് 81,440. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ SHO ഷാജഹാനെ സ്ഥലം മാറ്റി. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. SHOയെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ മുഖംമൂടി ധരിച്ച് പ്രതിഷേധിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണപക്ഷാംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഒല്ലൂർ മേഖലയിലെ വഴിവിളക്കുകൾ തെളിയിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. പുള്ളു സ്വദേശി കൊച്ചുവേലായുധന് CPM വീട് നിർമ്മിച്ചു നൽകുന്നതിൽ സന്തോഷമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതെന്നും സുരേഷ് ഗോപി. കാർഷിക സർവകലാശാല ആസ്ഥാനത്തേക്ക് AISF നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.